അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ് പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇന്നും അത് തുടർമാനമായിട്ട് പഠിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. കൊരിന്ത്യ ലേഖനം നാം ചിന്തിച്ചപ്പോൾ അതിനകത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് കൊരിന്ത്യ ലേഖനം തിരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളും അതിനുശേഷം 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളുമാണ്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ കാർണാലിറ്റി എന്നുള്ളൊരു വിഷയമാണ് സഭയിലെ വിഷയങ്ങൾ. അതാണ് നാം സംസാരിച്ചത്. എന്നാൽ 7 മുതൽ 16 വരെ ഉള്ള അധ്യായങ്ങളിൽ കാണുന്നത് കാർണാലിറ്റി ഫ്രം കാർണാലിറ്റി ടു സ്പിരിച്വാലിറ്റി ആണ്. അപ്പോഴാദ്യം ഈ സഭയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ സ്പിരിച്വാലിറ്റിയെ പൗലോസിന് അഡ്രസ്സ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ആ സഭയിലുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഓരോ അധ്യായങ്ങളും, അതൊരു തുടർച്ചയായിട്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. നാം പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഓരോ അധ്യായങ്ങളായിട്ട് ചിന്തിക്കുന്നതെങ്കിലും അത് കാണുന്നത്. അപ്പോൾ നമുക്കിത് ചിന്തിക്കുന്നത് തുടർമാനമായി ചിന്തിച്ചതുകൊണ്ടല്ല. ഇന്ന് 7ാമത്തെ അധ്യായമാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അതോ? അപ്പോൾ ഒന്നാം അധ്യായത്തിൽ നാം കണ്ടത് റിമെമ്പർ ദ കോളിംഗ് എന്നുള്ള ഒരു വിഷയമാണ്. സഭയിൽ ഭിന്നതയ്ക്ക് കാരണമായ പല കാര്യങ്ങൾ. അതിലൊന്നാണ് അവരുടെ വിളിയെ മറന്നുപോയ ഒരു ജനം. അപ്പോൾ എന്തിനു വേണ്ടി വിളിച്ചു, എവിടെ നിന്ന് വിളിച്ചു, എന്താണ് അവരെക്കുറിച്ചുള്ള ദൈവിക പർപ്പസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് മറന്നുപോയ ഒരു ജനത്തെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. 2ാമത്തെ അധ്യായത്തിൽ വീണ്ടും മെസ്സേജ് ഓഫ് വിസ്ഡം. അപ്പം ട്രൂ മെസ്സേജ് അവർ മറന്നുപോയി. അവരിലൂടെ അവരുടെ അടുത്ത് വന്ന് പിന്നെ പഠിപ്പിച്ച അനേക ഉപദേഷ്ടാക്കന്മാർ അവരെ ആ സത്യത്തിൽ നിന്ന്, ആ ട്രൂ മെസ്സേജിൽ നിന്ന്, ക്രൂശിൻ്റെ വചനത്തിൽ നിന്ന് അവരെ മാറ്റിക്കളയുവാനായിട്ടിടയായി. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പൗലോസ് അവരെ ഉറപ്പിക്കുന്നതാണ് 2ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായത്. 3ാമത്തെ അധ്യായത്തിൽ ദൈവസഭയുടെ പിക്ചറാണ് നാം കാണുന്നത്. 3 പിക്ചേഴ്സ് ഇവിടെ പൗലോസ് വരച്ച് കാണിക്കുന്നു. 1 ഒരു കുടുംബത്തിൻ്റെ പിക്ചർ, 2 വയല്, 3 ടെമ്പിൾ, അപ്പോൾ ആലയം. ഈ പിക്ചറിലൂടെയും പടത്തിലൂടെയും പൗലോസ് നമ്മോട് സംസാരിക്കുവാനായിട്ടിടയായി. 3 തരത്തിൽ ദൈവസഭയിൽ ഒരു വളർച്ച വേണം. അതൊരു കുടുംബം പോലെയാണ്. പല മെച്യൂരിറ്റിയിലുള്ള ആൾക്കാർ ദൈവസഭയിലുണ്ട്. എല്ലാവരും ഒരുമിച്ച് വളരണം. ഓരോ ദിവസവും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വളർച്ച, ഒരു മെച്യൂരിറ്റി നമ്മുടെ ദൈവസഭകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഉണ്ടാകണം. 2 ഒരു വയലാണ്, വിളവ് നൽകുന്ന ഒരു വയൽ. 3ാമത് ഒരു ആലയം, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് പണിയപ്പെടണം. അപ്പോൾ അതാണ് 3ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചത്. 4ാമത്തെ അധ്യായത്തിൽ നാം പിന്നെയും ആരാണ് ശുശ്രൂഷകന്മാർ, എന്താണ്, ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്, എന്താണ് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള വിഷയം. അതും വണ്ടർ റോവേഴ്സ്, കൂത്തുകാഴ്ചകൾ, ഒരു പിതാവ് എന്നൊക്കെയുള്ള പല പിക്ചറിലൂടെ പൗലോസ് ആ ദൈവസഭയോട് സംസാരിക്കുവാനായിട്ട് ഇടയായി. 5ാമത്തെയും 6ാമത്തെയും അധ്യായം ദൈവസഭയുടെ ഡിസിപ്ലിനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. 5ാമത്തെ അധ്യായത്തിൽ ചർച്ച് ഡിസിപ്ലിൻ. ചർച്ചിൽ ഒരു പാപം കണ്ടാൽ അത് സമൂഹത്തിൽ, ജാതികളിൽ പോലും ഇല്ലാത്ത ഒരു പാപം കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും ആ സഭയ്ക്ക് അതിനകത്തൊരു ദുഃഖമില്ലായിരുന്നു. അതിനെ അവർ ജഡ്ജ് ചെയ്തില്ല, അതിനെ അവർ ശുദ്ധീകരിച്ചില്ല. 3 കാര്യങ്ങളാണ് 5ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചത്. 1, നമുക്കൊരു ദുഃഖം വേണം. വി നീഡ് ടു ഗ്രീവ്, ജഡ്ജ് ആൻഡ് പർച്ച്. ഈ 3 കാര്യങ്ങളാണ് 5ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായത്. 6ാമത്തെ അധ്യായത്തിൽ അതോട് ചേർന്ന് അവരുടെ തമ്മിൽ വാക്ക് തർക്കങ്ങൾ, വഴക്കുകൾ, കോടതി കേസുകളൊക്കെ ഉള്ളപ്പോൾ, വ്യവഹാരങ്ങൾ അവരുടെ നടുവിൽ നടക്കുമ്പോൾ അതിനെതിരായിട്ട് പൗലോസ് സംസാരിക്കുന്നത് 6ാമത്തെ അധ്യായത്തിൽ നമുക്ക് കണ്ടു. അതും അതുപോലെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ദൈവസഭയിലുള്ള വിഷയങ്ങൾ ദൈവസഭ തീർക്കാൻ കഴിയാതെ മറ്റ്
ജാതികളുടെ ഇടയിൽ പോയി ഒരു പരിഹാസമായി തീരുന്ന അവസ്ഥകൾ, നമ്മുടെ ഫ്രീഡത്തെക്കുറിച്ച് എല്ലാം നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുമെങ്കിലും അതൊക്കെ പ്രയോജനമുള്ളതല്ല എന്നുള്ള വാക്യം നാം ചിന്തിക്കുവാനായിട്ടിടയായി. അതോടൊപ്പം തന്നെ അവസാനമായി നാം ചിന്തിച്ച ഒരു കാര്യം, നിങ്ങളുടെ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണ്. അപ്പോൾ ആ ശരീരത്തിൽ ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് നമ്മുടെ ശരീരം. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇതിന് 7-ാമത്തെ അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വരുമ്പോൾ ഉപദേശ സംബന്ധമായ വിഷയങ്ങളാണ് പൗലോസ് ജനത്തോട് പറയുന്നത്. ഈ 7-ാമത്തെ അധ്യായം നാം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരല്പം ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൊരിന്ത്യ സഭയിലും വിവാഹം എന്നുള്ളൊരു വിഷയമാണ് 7-ാമത്തെ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീം. ഇപ്പം ഈ വിവാഹം, പലതരത്തിലുള്ള വിവാഹം, പല നിയമങ്ങളുള്ള വിവാഹം കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് പോളിഗമി. രാജാക്കന്മാർക്കും അടിമകൾക്കുമൊക്കെ അത് വളരെ കോമൺ ആയിരുന്നു. അവരുടെ ഇടയിൽ ബഹുഭാരിത്വം, അങ്ങനെയുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള നിയമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പല തരത്തിലുള്ള, പല ടൈപ്പിലുള്ള മാരേജസ് കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മുടെ ഇടയിലും കാണുന്നത്. അങ്ങനെ പല നിയമങ്ങളും പലർക്കും ആപ്ലിക്കബിൾ ആയിരുന്നു. പല വിഭാഗക്കാർക്കും വ്യത്യസ്തമായ നിയമങ്ങളായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഹിന്ദു മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട് എന്നൊക്കെ പറയുന്നത് പോലെ കൊരിന്ത്യ സഭയിലും വ്യത്യസ്തമായ മാരേജ് ആക്ടുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ബഹുഭാരിത്വം ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് അവിടെ കാണുന്ന ലിവിങ് ടുഗദർ എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമതായി നോർമൽ മാരേജ്, നാലാമതായി LGBTQ എന്നൊക്കെ നമ്മളിവിടെ വളരെ എല്ലാവർക്കും അറിയാവുന്ന ഹോമോസെക്ഷുവാലിറ്റി, അങ്ങനെയുള്ള പല വിഭാഗക്കാർ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇത് എഴുതുമ്പോൾ, പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന് മുമ്പ് അവർക്ക് ഇതിനകത്തൊരു ഗൈഡൻസ് ഇല്ല. അവർക്ക് ഇവർക്ക് ഏത് തരത്തിലുള്ള വിവാഹം, കാര്യം ഇവരൊക്കെ ആ കൊരിന്ത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതായതുകൊണ്ട്, കൊരിന്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നാം ആദ്യ ക്ലാസ്സുകളിൽ ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഇവർക്കെല്ലാം അനുവദനീയമായിരുന്നു. ഇവരുടെ ചിന്തയിൽ എന്ത് അനുവദനീയമാണ്, എന്തല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ക്ലാരിറ്റി, വ്യക്തമായ ഒരു പിക്ചർ ഇവരുടെ അകത്തില്ലാത്തത് കൊണ്ടാണ് പൗലോസിനോട് ഈ കാര്യങ്ങൾ എഴുതി ചോദിച്ചത്. ഇവിടെ ഒരു 2 എക്സ്ട്രീം വിഭാഗക്കാർ ഉണ്ടായി. ഒന്ന്, ഗ്രേസിലായതുകൊണ്ട് നമുക്ക് എന്തുമാകാം, ഒരു പ്രശ്നമില്ല, നമ്മുടെ എന്ന് പറയുന്നത് പോലെ ഹൈപ്പർ ഗ്രേസ് വിഭാഗക്കാർ അവരിലുണ്ടായി. പിന്നെ രണ്ടാമത്തെ ഒരു വിഭാഗക്കാരെന്ന് വെച്ചാൽ അവരങ്ങ് എക്സ്ട്രീമിസ്റ്റുകളായി മാറി. അവരെല്ലാത്തിൽ നിന്നും അബ്സ്റ്റെയിൻ ചെയ്ത്, വിവാഹം എന്നൊക്കെ പറയുന്നത് പാപമാണ്, അതിനകത്തു നിന്നൊക്കെ മാറി കഴിയുന്ന ഒരു വിഭാഗക്കാർ അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ ഇതിനകത്ത് മാരേജ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പം എന്തൊക്കെയാണ് നാം ഈ കാര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പഠിപ്പിക്കുന്നത് ബിലീവേഴ്സ് തമ്മിൽ, വിശ്വാസിയും തമ്മിലുള്ള ഒരു മാരേജിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവരുടെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. വേഴ്സ് 1 വായിക്കാം. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. അപ്പൊ ഈ 7-ാമത്തെ അധ്യായത്തിൽ മാരേജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഈ അധ്യായങ്ങളുടെ ഒരു ക്രമം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് കയറാം. വിഗ്രഹാർപ്പിതം തിന്നുന്നതിനെ കുറിച്ച്, അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 11-ാമത്തെ അധ്യായം കർത്തൃമേശയെക്കുറിച്ചും ചർച്ചിലെ സ്ത്രീകൾ എങ്ങനെയായിരിക്കണമെന്നുള്ള ആ ഒരു ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നു.
12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നു. 15-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ റിസറക്ഷൻ എന്നുള്ളൊരു വിഷയവും 16-ാമത്തെ അധ്യായത്തിൽ ഓഫറിങ്. ഇത്രയാണ് നാം കൊരിന്ത്യ ലേഖനത്തിൻ്റെ ഒരു ഫുൾ പിക്ചർ. ഇവിടേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ വിവാഹം എന്നുള്ള ഈ ഒരു വിഷയം വളരെ വലിയൊരു അധ്യായമാണ് 7-ാമത്തെ അധ്യായം. അപ്പം ഈ 7-ാമത്തെ അധ്യായത്തിൽ ഇത്രയും വലിയ ഒരു അധ്യായമായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഈ വിവാഹത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് എന്താണ് നാം അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് പൗലോസിന് വളരെ നിർബന്ധമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പൗലോസ് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ എഴുതിയിരിക്കുമ്പോൾ തന്നെ പൗലോസ് ഒരു കാര്യം പറയുന്നത് എൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിലാണ് പൗലോസ് പറയുന്നത്. അത് തിയോളജിക്കലായിട്ട് പലപ്പോഴും പലരും ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഇതൊരു കമാൻഡ്മെൻ്റ് അല്ല. പൗലോസിൻ്റെ നൗ കൺസേണിങ് ദ മാറ്റർ അബൌട്ട് വിച്ച് യു റോഡ് എന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ ഒരു അഭിപ്രായം എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പല വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇതൊരു കൽപ്പനയായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പൗലോസ് ഇവിടെ പറയുമ്പോൾ യേശുക്രിസ്തു മാര്യേജിനെ കുറിച്ച് പഠിപ്പിച്ചതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടാണ് പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ജനം പരിപാലിക്കണം. എന്നാൽ അതിനപ്പുറത്ത് അതിന് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. 6-ാമത്തെ വാക്യം. 7-ാമത്തെ അതിൻ്റെ 6-ാമത്തെ വാക്യം. ഞാനിത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത്. 10-ാമത്തെ വാക്യം. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരൻ അവിശ്വാസിയായി ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവൻ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ അപ്പൊ ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പൗലോസ് ഇത് ഒരുപാട് ഇത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെയാണ്. അത് പിന്നെയും പൗലോസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കർത്താവ് പറഞ്ഞതിന് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പൗലോസ് ഒരു അപ്പോസ്തലൻ എന്നുള്ള രീതിയിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് കർത്തൃമേശയെക്കുറിച്ച് നാം ആ വാക്യങ്ങൾ വായിക്കുമ്പോഴും പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞതുപോലെ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് ഏൽപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളുടെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് നമുക്ക് 7-ാം അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലേഖനമാണ്. അധ്യായങ്ങൾ നമുക്കുള്ള സൗകര്യത്തിന് വേണ്ടി നാം ഇട്ടിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നാം ചിന്തിച്ചു വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ഫ്ലോ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ ഈ ആദ്യത്തെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസിയും തമ്മിലുള്ള ഒരു വിവാഹ ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വിവാഹത്തെക്കുറിച്ച് നാം ഇന്ന് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ പുരുഷന്റെ അവകാശം എന്താണ്, ഭാര്യയുടെ അവകാശം എന്താണ് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിൻ്റെ ആദ്യം തന്നെ പൗലോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്കല്ല, കർത്താവിനാണ് അവകാശം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശ്വാസിയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ പങ്കാളിക്ക് അവകാശമുള്ളതുപോലെ കർത്താവിനും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ഇത് നാം തുടർച്ചയായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് ഷുഡ് മാരീഡ് കപ്പിൾ അബ്സ്റ്റെയിൻ ഫ്രം സെക്സ്, ഈ സിംഗിൾനെസ് ഈസ് മോർ സ്പിരിച്വൽ. ഇതൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ മെയിനായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇടയിൽ കല്യാണം കഴിക്കാതിരിക്കുന്നവർ മോർ സ്പിരിച്വലും കല്യാണം കഴിച്ചവർ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവരുമാണോ എന്നുള്ള ഒരു ചോദ്യം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇന്നും പല സഭകളിലും അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പലർക്കും പല പൊസിഷൻസിനും വിവാഹം കഴിക്കുവാനായിട്ട് കഴിയത്തില്ല. കാര്യം അവർ ചിന്തിക്കുന്നത് വിവാഹം കഴിക്കാതെ കർത്താവിനെ ഫോളോ ചെയ്യുന്നതാണ്
ഏറ്റവും സുപ്രീമായിട്ടുള്ള കാര്യം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇതിനെ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു, അങ്ങനെയല്ല. അതിന് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ചാണ് അവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ ചോദ്യം, ഷുഡ് ബിലീവർ ഡിവോഴ്സ് അൺബിലീവർ സ്പൗസസ്? ഒരാൾ വിവാഹം കഴിക്കുകയും ഒരാൾ വിശ്വാസത്തിൽ വരികയും എന്നാൽ പങ്കാളി വിശ്വാസത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ഈ സഭയിൽ പ്രിയപ്പെട്ടവർ പൗലോസിനോട് ചോദിക്കുവാനായിട്ടിടയായി. മൂന്നാമത്, അത് ഒരു ക്രിസ്ത്യൻ ആകുമ്പോൾ തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് മാറുമോ എന്നുള്ള ഒരു ചോദ്യം. അതിൻ്റെ പൗലോസ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എന്ന് പറയുന്ന അവിടെ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് കാലോൺ എന്നുള്ള ഒരു പദമാണ്. ഗുഡ്, ബെനിഫിഷ്യൽ, ബട്ട് നോട്ട് മോറലി സുപ്പീരിയർ. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്പിരിച്വലി നമ്മൾ സുപ്പീരിയർ ആണെന്നോ വിവാഹം കഴിച്ചത് കൊണ്ട് നമ്മൾ ഇൻഫീരിയർ ആണെന്നോ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പം പലരും അതൊരു ഓവർ സ്പിരിച്വാലിറ്റി സ്ലോഗനായിട്ട് പല കാര്യങ്ങളും എടുക്കാറുണ്ട്. ഈ വിവാഹത്തെക്കുറിച്ച് മാത്രമല്ല, പല കാര്യങ്ങളും കർത്താവ് അനുവദിച്ചിട്ടുള്ള പല കാര്യങ്ങളും പല റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനത്തെ പേടിപ്പിച്ച് അവർ ശരി സുപ്പീരിയർ ആണെന്നും മറ്റുള്ളവർ അത്രയും സുപ്പീരിയർ അല്ലെന്നും ഒക്കെ ഇന്നും സഭകളിൽ നിലനിന്ന് വരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പരീശന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ശാസ്ത്രിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്നും നമ്മുടെ സഭകളിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്നും കണ്ടുവരുന്നു എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരുടെ ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തർക്ക് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇതിനു മുമ്പിട്ട് യേശുവിൻ്റെ കുറച്ച് പഠിപ്പീരുകൾ വിവാഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു വിശ്വാസിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനോട് നമുക്ക് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ പഠിപ്പീരിനോട് ചേർന്ന് വേണം നമുക്കിത് ചിന്തിക്കാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൽ 31-32 വാക്യങ്ങളിൽ യേശു എന്താണ് വിവാഹത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള എന്നുള്ള ചില വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. അതെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 23-34 വാക്യം, 23-24 വാക്യങ്ങൾ വായിച്ചാൽ. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവന്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവരവിവാഹം കഴിച്ച് തന്റെ സഹോദരന്റെ സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. 33 വായിച്ചോ. പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിവാഹത്തെക്കുറിച്ച്, മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും. അപ്പൊ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ, ഞാനിത് നേരത്തെ വായിച്ചത്, യേശുക്രിസ്തു തന്നെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മരണശേഷം എന്ത് സംഭവിക്കും, പുനരുദ്ധാനത്തിൽ ഭാര്യയോ ഭർത്താവും ഉണ്ടായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ നമുക്ക് യേശു തന്നെ മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ, വിവാഹം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്.
വിവാഹം കഴിക്കണമെന്നുള്ളതാണ് ബൈ ഡീഫോൾട്ട് ദൈവവചനത്തിൻ്റെ പ്രമാണം. എന്നാൽ ചിലർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് വിവാഹം കഴിക്കാതിരിക്കാം, കർത്താവിനെ ഫോളോ ചെയ്യാം. ആ ഒരു ഫ്ലെക്സിബിലിറ്റി, അതിനുള്ള പെർമിഷൻ ദൈവവചനം നൽകുന്നു. അതാണ് പൗലോസ് അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലൊക്കെ, 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലെ 7-ാം വാക്യം. സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ തൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൃപാവരങ്ങളും വ്യത്യസ്തമായ വിളിയുമാണ്. അപ്പോൾ പൗലോസ് അതിനെ ചോദ്യം ചെയ്യുന്നില്ല. എങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബൈ ഡീഫോൾട്ട് എല്ലാ വ്യക്തികളും വിവാഹം കഴിക്കണം. വിവാഹത്തിലൂടെ അത് ദൈവം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 3-ാമത്തെ വാക്യം വായിക്കാം. 3-4 വാക്യം വായിക്കാം. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് എത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവൻ ഭാര്യയ്ക്ക് എത്ര അധികാരം. ഇത് ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഓരോരുത്തർക്കും ഉള്ള റെസ്പോൺസിബിലിറ്റി, വിവാഹ ജീവിതത്തിൽ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നാം ചിന്തിക്കണം. 4-ാമത്തെ വാക്യത്തിൽ ഭർത്താവിൻ്റെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് അത്ര അധികാരമുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ 6-ാം അധ്യായം നമ്മൾ ചേർന്നൊന്ന് ചിന്തിക്കണം. എന്നാൽ നമ്മുടെ എല്ലാം ശരീരത്തിൽ അവകാശമുള്ളത് യേശുവിനാണ്, കർത്താവിനാണ്. അങ്ങനെയാണെങ്കിൽ വിവാഹ ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെയും നമ്മുടെ ശരീരം എത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കണമെന്നുള്ള കാര്യം ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് മാത്രം അടർത്തിയെടുത്ത് ചിന്തിച്ച് അത് മാത്രം പിടിച്ച് അതിനോട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ മേലുള്ള പൂർണ്ണ അധികാരം, അവകാശം നമ്മുടെ കർത്താവിനാണ്. അതുകൊണ്ട് ശരീരത്തെ നാം ഉപയോഗിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ശരീരം ഉപയോഗിക്കേണ്ടത്. 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പ്രാർത്ഥനയ്ക്ക് മാറിയിരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവിനെയും ദൈവമാക്കിയിരിക്കുന്നത് അവരൊരുമിച്ച് താമസിക്കുവാൻ വേണ്ടിയിട്ടാണ്. പരസ്പര സമ്മതത്തോടുകൂടെ അല്പസമയം മാറിയിരിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. മലയാളം ബൈബിളിൽ അത് പ്രാർത്ഥനയ്ക്കെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പല വേർഷൻസിനകത്ത് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വേണ്ടിയിട്ട് പരസ്പര സമ്മതത്തോടുകൂടെ മാറിയിരിക്കാം. ഇല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിൻ്റെ പിശാച് നിങ്ങളെ ടെംപ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ, പിശാച് അവസരം കൊടുക്കാതിരിക്കാൻ ഒരുമിച്ച് പാർക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് പല പ്രിയപ്പെട്ടവർക്കുമുണ്ട്, ഒരുമിച്ച് കഴിയാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. എന്നാലും തിരുവചനത്തിൻ്റെ ഒരു വ്യവസ്ഥ ഇൻ ജനറൽ പറഞ്ഞിരിക്കുന്നു. അത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. എൻ്റെ 6-ാമത്തെ വാക്യം. ഞാനിത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത്. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് ഇവിടെ പല കാര്യങ്ങളും തൻ്റെ ഒരു പാസ്റ്റോറൽ കൗൺസിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് പഠിപ്പിച്ചതെല്ലാം യേശുവിൻ്റെ ആ പഠനത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അവിടെ ഒരു തിയോളജിക്കൽ ഹ്യൂമിലിറ്റി എന്നുള്ള രീതിയിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇതൊരു പാസ്റ്റോറൽ കൗൺസിലാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യം കൊണ്ട് വായിച്ച്. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് 4 പ്രിൻസിപ്പിൾസ് ഈ 7-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. ഒന്ന്, ഈ വിവാഹ ജീവിതം ഒരു കൃപയാണ്. അപ്പം വിവാഹം കഴിച്ചും വിവാഹം കഴിക്കാതെയും ഇരിക്കുന്നത് രണ്ടും ഒരു കൃപയാണ്. അപ്പം ഇതെല്ലാം ഒരു ഗ്രേസിലോട്ടാണെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മളിനി എത്ര കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയാലും
ഈ ദൈവത്തിൻ്റെ പ്രത്യേക ഗ്രേസ് ഇല്ലെങ്കിൽ, ദൈവത്തിൻ്റെ പ്രത്യേക കൃപയില്ലെങ്കിൽ നമ്മുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകത്തില്ല. ഒന്ന്, നമ്മുടെ വിവാഹം ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം, ദൈവത്തിൻ്റെ വില്ലിലായിരിക്കണം. പ്രധാനപ്പെട്ട ഒരു ചിന്ത, നാം പലപ്പോഴും ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് അടുത്ത ജോലിക്ക് പോകാം. നമുക്ക് ഒരു കാറ് മേടിച്ച് ഇഷ്ടപ്പെട്ടില്ലേ വേറെ കാറ് മേടിക്കാം. പക്ഷേ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ദൈവമക്കൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പല തീരുമാനങ്ങളും എത്ര സീരിയസ് ആയിട്ട് എടുത്താലും തെറ്റിപ്പോകാം. എങ്കിലും നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. ഇന്ന് കാണുന്ന ജോലി മാച്ചാകുന്നത് കൊണ്ട്, ഒരേ സ്ഥലത്തുള്ളത് കൊണ്ട് ഒന്നുമല്ല വിവാഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് ദൈവത്തിൽ നിന്ന് ഒരു ആലോചന പ്രാപിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഗ്രേസ് വേണ്ട ഒരു കാര്യമാണ് വിവാഹ ജീവിതം. എന്നാൽ ഇന്ന് പലപ്പോഴും വ്യത്യസ്തമായ ചില പിക്ചേഴ്സൊക്കെ നമ്മൾ കാണാറുണ്ട്. മറ്റ് സൗകര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ആത്മീയത്തിന് ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മുടെ ജോലി മാച്ചാവുന്നുണ്ടോ, സ്ഥലം മാച്ചാവുന്നുണ്ടോ, ബാക്കി ചുറ്റുപാടുകൾ മാച്ചാവുന്നുണ്ടോ, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അങ്ങനെ അനേക കുടുംബ ജീവിതങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. വളരെ ചിന്തിക്കേണ്ട, പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ദൈവത്തിൻ്റെ ഗ്രേസ് വേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വില്ലിനനുസരിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് വിവാഹ ജീവിതം. അതിൻ്റെ 15-ാമത്തെ വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവിശ്വാസി വേർപിരിയുന്നു എങ്കിൽ പിരിയട്ടെ, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ആദ്യത്തെ പാട്ട് നമുക്ക് ചിന്തിക്കാം, തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചിന്തിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനത്തിൽ വസിക്കുക എന്നുള്ളതാണ്. വിവാഹം കഴിച്ചവരായാലും വിവാഹം കഴിക്കാത്തവരാണെങ്കിലും നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ സമാധാനത്തിൽ വസിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു തിരുവചനം ചിന്തിച്ച സമയത്തും ദൈവത്തിന് എപ്പോഴും നമ്മളെ ഉത്സവമായിട്ടും ജയോത്സവമായിട്ടും ഒക്കെ നടത്തണമെന്നുള്ളത് ആ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ. എപ്പോഴും നമ്മുടെ അകത്ത് സന്തോഷം ഉണ്ടാകണമെന്നുള്ളതാണ്. മറ്റുള്ളവർ പലപ്പോഴും ബന്ധുക്കോസുകാരെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് സെലിബ്രേഷൻ ഒന്നും ഇല്ലെന്നുള്ളതാണ്. എന്നാൽ നമുക്കാണ് എല്ലാ ദിവസവും സെലിബ്രേഷൻ ഉള്ളത്, നമുക്കാണ്. ആ കർത്താവിലായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മുടെ ദിവസം ഓരോ ദിവസവും സെലിബ്രേഷനായിട്ട് മാറും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു വലിയ പ്ലാന് നമ്മൾ സമാധാനത്തോടുകൂടെ ആയിരിക്കണം, സമാധാനത്തിൽ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ. 23-ാമത്തെ വാക്യം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളിനോട് പറയുന്നത്, നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാര് ആകരുത്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കർത്താവാണ്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ രണ്ടുപേരെയും യോജിപ്പിച്ചത് കർത്താവാണ്. കർത്താവാണ് നിങ്ങളുടെ ഭവനത്തിലുള്ളത്, കർത്താവാണ് മൂന്നാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. മനുഷ്യർക്ക് നിങ്ങൾ ദാസന്മാരാകരുത്. പല വിവാഹങ്ങളും അതൊരു പരാജയത്തിലേക്ക് നയിക്കുന്നത് മറ്റ് പലരും ആ വിവാഹത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ്. സുഹൃത്തുക്കളും മാതാപിതാക്കളും മറ്റ് ആവശ്യമില്ലാത്തവരും ഒക്കെ ആ വിവാഹ ജീവിതത്തിൽ ഇടപെടുമ്പോഴാണ് ആ വിവാഹം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടുവാണെങ്കിൽ, സമർപ്പിക്കപ്പെട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ അത് അനുഗ്രഹമായിട്ട് തീരുവാനായിട്ടിടയാകും. മനുഷ്യർക്ക് നിങ്ങൾ ദാസന്മാരാകരുത്. കാര്യം നിങ്ങളെ വിളിച്ചത് ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അപ്പോൾ അത് നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാരായി തീരരുത്. 32-ാമത്തെ വാക്യം, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. അതെ, ചിന്താകുലമില്ലാത്തവരായിരിക്കുക. കുടുംബജീവിതത്തിൽ ഇത് വിവാഹം കഴിക്കാത്തവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും വിവാഹം കഴിച്ചവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിട്ട് ഇരിക്കുക. നിങ്ങളുടെ കുടുംബജീവിതം എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തകൾ മാറ്റുകയും മറ്റുള്ളവരുടെ ആ ടെൻഷൻ മാറ്റുന്നവരായിട്ട് തീരണം. പക്ഷേ പലപ്പോഴും കുടുംബജീവിതത്തിൽ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ചിന്താകുലങ്ങൾ വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. പൗലോസ് അവിടെ വിവരിച്ച് പറയുന്നുണ്ട്, വിവാഹം കഴിച്ചവർ പലപ്പോഴും ചിന്താകുലങ്ങളിൽ അങ്ങ് അകപ്പെട്ട് മാറുന്നു. അപ്പോൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുവാനോ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ അവൻ്റെ ജീവിതത്തിൽ സമയമില്ലാതെ അവൻ ചിന്താകുലങ്ങളിൽ ആകുലപ്പെട്ട് തൻ്റെ ജീവിതം മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾ ചിന്താകുലങ്ങൾ ഇല്ലാത്തവരായിട്ട് ഇരിക്കുക. 5-ാമത്തെ പ്രിൻസിപ്പൽ അതിൻ്റെ 35-ാമത്തെ വാക്യത്തിലാണ്.
ഇത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാപല്യം കൂടാതെ കർത്താവിങ്കിൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത്രേ പറയുന്നത്. പൗലോസ് ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പൗലോസ് പറയുന്നത്, ഇതെല്ലാം കൂടെ പറഞ്ഞ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് കുടുക്കിടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടല്ല, പകരം എന്താണ്, നിങ്ങളെ സ്ഥിരമായിട്ട് നിങ്ങൾ വസിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ നിങ്ങളെ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വിവാഹ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയും ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുകയും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കുവാനായിട്ട് കഴിയും. ആ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. പക്ഷേ ഈ കൊരിന്ത്യ സഭയിൽ ഉണ്ടായതുപോലെ അവർ പല കാര്യങ്ങളിലും അങ്ങ് നമ്മുടെ ഭാഷയെ പറഞ്ഞ മസിലൊക്കെ പിടിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ അശുദ്ധിയാണ്, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്തുകൂടാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നീറുന്ന ഒരു അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയുന്ന അങ്ങനെ ഒന്നും ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവം ഒരു ഫ്രെയിം ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഒരു പങ്കാളിയെ ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കിയത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്ഥിരതയോടെ വസിക്കുന്നവരും, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരും, നിങ്ങൾ ഹല്ലേലൂയ കർത്താവിൻ്റെ പ്ലാനിനനുസരിച്ച്, കർത്താവിൻ്റെ കൗൺസിലിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നവരും, നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നവരും, അതുപോലൊപ്പം തന്നെ നിങ്ങളുടെ കർത്താവിൻ്റെ വില്ലിലും ഗ്രേസിലും ജീവിക്കുന്നവരായിട്ട് നിങ്ങൾ തീരുവാനായിട്ട് ഇടയാകും. ഇതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ. ഞാനിന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പല വ്യക്തികളെക്കുറിച്ച് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഒന്ന്, നേരത്തെ ഇന്ന് നാം ചിന്തിച്ചത് ബിലീവേഴ്സ് ടു ബിലീവേഴ്സ് മാരേജിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ 8ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് വിഡോസ്, വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവ് മരിച്ചുപോയ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അവരെങ്ങനെയായിരിക്കണം, ഒരു പാർട്ണർ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും, പിന്നെ അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ വിവാഹം കഴിക്കണമെന്നല്ല, അവിശ്വാസിയും ഒരു മനുഷ്യൻ വിവാഹത്തിൽ കഴിച്ചതിന് ശേഷം ഒരാളെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഗൈഡൻസിനെ കുറിച്ചും വിവാഹം കഴിക്കാനുള്ളവരെ കുറിച്ചും ഒക്കെയാണ് തുടർന്നുള്ള അധ്യായങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് ഇടയാകട്ടെ.